ബാബു ശരിയാണ്. ഹാഷ്മി എന്ന് പറഞ്ഞാൽ ചില മാധ്യമങ്ങളോട് പോയി. ആ ഹാഷ്മി മാധ്യമങ്ങളോട് വെറുതെ പോകില്ല, അവർക്ക് പ്രവേശനം കിട്ടിയതുകൊണ്ടാണ്. സംഭവിക്കാൻ അല്ല പാടില്ലായിരുന്നു, അല്ല അത്രയും ഞാൻ സുരക്ഷ വേണ്ടിയെടുത്ത് അതൊക്കെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അതൊക്കെ ആ, അതൊക്കെ ഞാൻ താങ്കൾ നേരത്തെ ഞാനത് പറഞ്ഞത് അത്രയും വർഷമായി പ്രവർത്തിക്കുന്ന അവിടെ ഞാൻ മാധ്യമങ്ങളെ ആംബുലൻസുകൾക്ക് വരണമെങ്കിൽ കുറ്റപ്പെടുത്താനല്ല. അവിടെ ഈ പറയുന്ന നിലമൊരുക്കി വരേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. അവിടെ ഒരു ഫയർ എഞ്ചിന് വരണമെന്നുണ്ടെങ്കിൽ വഴിവെട്ടേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. അല്ല ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള എന്താണ് സെക്യൂരിറ്റി കാര്യങ്ങളല്ലേ ശ്രീ ബാബു? കറക്റ്റ് ഹാഷ്മി, അതെ കറക്റ്റ്. അല്ല ഞാൻ അതിലേക്കാണ് ആദ്യം വന്നത്. അതായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അവിടെ ഇങ്ങനെ ഒരു 50 വർഷത്തോളമായിട്ട് ഇങ്ങനെയാണത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട്. അത് എത്രമാത്രം അനാസ്ഥയാണ്, എത്രമാത്രം ഒരു ഒരു ജാഗ്രതക്കുറവ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് അധികാരികളുടെ ഭാഗത്തു നിന്ന്, അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. 50 വർഷമായിട്ട് ഒരു വാഹനം കടന്നു ചെല്ലാത്ത സ്ഥലത്ത് ഒരു ഒരു അപകടമുണ്ടായാൽ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ അമ്പെ പരാജയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഇത്തരം അപകടകരമായ സംവിധാനം പ്രവർത്തിച്ചു വന്നു എന്നുള്ളത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്. ഇവിടെ ഏറ്റവും ഒരു 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 വശം എന്താണെന്ന് വെച്ചാൽ ഹാഷ്മി, നമുക്കറിയാം ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കരിയും കരിമരുന്നും ഒക്കെ ഇപ്പോൾ ജനങ്ങളുടെ മനസ്സ് അങ്ങനെയാണ്. അവിടെ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചാണെങ്കിൽ ആന ഒരു പ്രധാന ആകർഷണമാണ്, മേളം, കുടമാറ്റം, വെടിക്കെട്ട്, ഇങ്ങനെ 2-3 കാര്യങ്ങൾ വെച്ചിട്ടാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ആകർഷണം. അത് എല്ലാ ജാതി മതസ്ഥരും ലക്ഷാവധി ആളുകൾ അവിടെ ഒഴുകിയെത്തുന്നത് ഈ ആകർഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഇതിലെ ഓരോ കാര്യത്തിലും, അത് ആനയുടെ കാര്യത്തിലാവാം, മേളത്തിൻ്റെ പിന്നെ നമുക്കങ്ങനെ പറയേണ്ടതില്ല, ബാക്കിയുള്ള ഈ കാര്യങ്ങളൊക്കെ അപകടമാണ്, വെടിക്കെട്ട് അപകടം. അപ്പോൾ അവിടെ വേണ്ട ശ്രദ്ധ ചെലുത്തുന്നതിൽ ഇപ്പോൾ ഒരുപാട് അന്വേഷണ കമ്മീഷനുകൾ പലതിലും, അത് ഇപ്പോൾ പുല്ലുമേട് ദുരന്തമാവാം, അത് ചിലപ്പോൾ സ്റ്റാമ്പേഡാണ്, വെടിക്കെട്ട്, ഇങ്ങനെ ഓരോ കാര്യത്തിലും അന്വേഷണങ്ങളും കമ്മീഷനുകളും ഒക്കെ തരാതരം പോലെയുണ്ട്. പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങൾ, പിന്നീട് ആ കാര്യങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ അമ്പെ പരാജയപ്പെടുകയാണ്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഇപ്പോൾ ഈ വർഷമാണ് ഇത്തരം നിരോധനങ്ങളൊക്കെ നീങ്ങിക്കിട്ടിയത്. കഴിഞ്ഞ വർഷം നിരോധിക്കപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ തൃപ്പൂണിത്തുറ അപകടം ഉണ്ടായപ്പോൾ, അതേപോലെ പാലക്കാട് അപകടം ഉണ്ടായപ്പോൾ, നീലീശ്വരത്ത് അപകടം ഉണ്ടായപ്പോഴൊക്കെ കഴിഞ്ഞ വർഷം തീർത്തും ഈ വെടിക്കെട്ടിന് ഭയങ്കര നിയന്ത്രണമായിരുന്നു. ഇപ്പോൾ ഇപ്പോഴാണ് ഈ നിയന്ത്രണമൊക്കെ ഒഴിവാക്കി ഈ വർഷം എല്ലാ ക്ഷേത്രങ്ങളുടെയും ഉത്സവങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു. എല്ലാം കഴിഞ്ഞ അവസാനത്തേതാണ് പൂരം. തൃശ്ശൂർ പൂരമാണ് യഥാർത്ഥത്തിൽ അവസാനത്തെ ഒരു ആഘോഷം എന്ന് പറയുന്നത്. ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഏറ്റവും അവസാനത്തെ ആഘോഷമാണ്. ശരിക്കും അതോടുകൂടിയിട്ടാണ് ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾ ഏകദേശം തീരും. അപ്പോൾ ഇത് അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ കാരണം ഇപ്പോൾ നോക്കൂ, എങ്ങനെയാണ് ആ തീ അവിടെ വന്നത്. ഇപ്പോൾ നമുക്ക് അട്ടിമറി സാഹചര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഞാൻ സുനിൽകുമാറിൻ്റെ ഒക്കെ കണ്ടു, അട്ടിമറി VS സുനിൽകുമാർ പഴയ MLA ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇതെങ്ങനെ വന്നു ആർക്കും പറയാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ മേഡം പറഞ്ഞ ചൂടിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനതാ പറഞ്ഞ പെസോ അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതങ്ങനെ ആണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പെസോ പറയുന്നത്. ചിലപ്പോൾ ആയിരിക്കാം, മേഡം വളരെ വിദഗ്ധയായിട്ടുള്ള ആ മേഖലയിൽ പ്രവർത്തിക്കുന്നൊരു ലേഡിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതിൽ മേഡത്തിൻ്റെ കാഴ്ചപ്പാടും ശരിയായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്. ഇപ്പോൾ വിൽസൺ പറയുന്നത്, അപ്പോൾ അതിന് രക്ഷപ്പെട്ട വിൽസൺ പറയുന്നത്, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉണക്ക് എത്രയുണ്ട് എന്നറിയാം, എത്ര സമയം വരെ ഇത് വെയിലത്ത് വെക്കണം എന്നറിയാം, എല്ലാം അറിയാം. അങ്ങനെയുള്ള ആളുകളാണ്, ഇത് വളരെ പരിചയമുള്ള ആൾക്കാരാണ്. ആ സമയത്താണ് ഒരു തീ വന്ന് വീഴുന്നത് എന്ന് പറയുന്നത്. എവിടെ നിന്ന് വന്നു ആ തീ? അദ്ദേഹത്തിന് അത് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു അട്ടിമറി ഉണ്ടോ? അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. ഇപ്പോൾ അട്ടിമറി എന്നുള്ളത് നമുക്ക് അതിനെ തീർത്തും തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ ഒരു തീർത്തും കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സാഹചര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ ആളുകൾ ഒരുമിച്ച് കൂടുന്നതിനെ സംബന്ധിച്ച് ഒക്കെ, പ്രത്യേകിച്ച് ഹൈന്ദവ ക്ഷേത്രങ്ങളാണ് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള, ഹിന്ദുക്കളെ സംബന്ധിച്ച് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള ഒരു ഇടം ക്ഷേത്രങ്ങളാണ്. അപ്പോൾ ഈ പൂരം ഇല്ലാതാക്കാൻ കുറേ നാളുകളായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. പൂരവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് വിവാദങ്ങൾ എല്ലാ വർഷവും ഉണ്ടായിക്കൊണ്ടുവരും. അത് ഈ പൂരത്തിൻ്റെ ആ പ്രാധാന്യം കുറയ്ക്കാനുള്ള ആസൂത്രിതമായ ശ്രമത്തിൻ്റെ ഭാഗമായി ആരെങ്കിലും അതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുണ്ടോ? നമ്മൾ ഇതൊക്കെ പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഈ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉണ്ടായേ ഉള്ളൂ. നമ്മളൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് വിചാരിച്ചു, അത് ഒറ്റപ്പെട്ടതല്ല എന്ന് പിന്നീട് മനസ്സിലായി. ഒരേ പാറ്റേണിൽ ഈ വിവാദങ്ങൾ പലയിടത്തും ഉണ്ടായി നമ്മുടെ സംസ്ഥാനത്തൊട്ടേക്ക്. അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങളിൽ ഇത് പരിശോധിക്കേണ്ടതാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ഇത് നമ്മൾ പരിശോധിക്കണം, നമ്മൾ അറിയണം, അന്വേഷിക്കണം. ഇതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ച് യഥാർത്ഥത്തിൽ ഇത് ഇനി സംഭവിക്കാതിരിക്കാൻ എന്ത് മാനദണ്ഡങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് കർശനമായി
അല്ല ഞാൻ പറയുന്നത് നേരത്തെ ഇപ്പോഴത്തെ വൈകാരികമായിട്ട് പരിശോധനവും സംസാരിച്ച പലരും പറഞ്ഞു. അല്ല ഞാൻ പറയുന്നത് പരിശോധനയും അന്വേഷണ റിപ്പോർട്ടൊക്കെ നമുക്ക് ഇല്ലാത്താലല്ലോ സുഖമാകൂ. ഇഷ്ടംപോലുണ്ട്. പക്ഷെ അതൊക്കെ ആക്ഷൻ ടേക്കിലേക്ക് വരുമ്പോൾ വട്ടപൂജ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.